ഒരു ചെറിയ ശീലം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ പറ്റോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ജിമ്മിൽ പോകാനൊന്നും സമയമില്ല അല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള ഒരു അടിപൊളി വഴിയുണ്ട്. സംഭവം സിമ്പിളാണ്. ദിവസവും കുറച്ചുനേരം നടക്കുക, അത്രേ വേണ്ടൂ. അതെ, ഒരു ദിവസം വെറും 20-30 മിനിറ്റ് അത്രമാത്രം മതി. ഇനി ഈ നടത്തം കൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ വണ്ണം കുറയ്ക്കാം. കുറച്ച് സ്പീഡിൽ നടന്നാൽ വയറിലെ കൊഴുപ്പൊക്കെ നന്നായി കുറയും. അടുത്തത് നമ്മുടെ ഹൃദയത്തിന്റെ കാര്യമാണ്. നടത്തം ഹൃദയത്തിന് ഒരു സൂപ്പർ വ്യായാമമാണ്. ഇത് രക്തയോട്ടം കൂട്ടും, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കുറയ്ക്കും. ഷുഗറുള്ളവർക്ക് നടത്തം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നിയന്ത്രിക്കാൻ ഒരുപാട് സഹായിക്കും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുള്ള ചെറിയൊരു നടത്തം ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റാണ്. അതുപോലെ ദഹനം നന്നാക്കാനും നടത്തം സഹായിക്കും. വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ കുറയും. കൂടാതെ എല്ലുകൾക്ക് നല്ല ബലം കിട്ടാനും നടത്തം സഹായിക്കും. രാവിലെയാണെങ്കിൽ വിറ്റാമിൻ ഡിയും കിട്ടും. ശരീരത്തിന് മാത്രമല്ലാട്ടോ, നമ്മുടെ മനസ്സിനും ഊർജ്ജത്തിനും നടത്തം ഒരുപോലെ നല്ലതാണ്. അതായത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ നടത്തം ഒരു അടിപൊളി വഴിയാണ്. സ്ട്രെസ് കുറയ്ക്കും, മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും. കുറച്ച് പച്ചപ്പിലൂടെ നടന്നാൽ മൂഡും ഫ്രഷാകും. രാത്രി നല്ല ഉറക്കം കിട്ടുന്നില്ലേ? എങ്കിൽ ദിവസവും ഒന്ന് നടന്നു നോക്കൂ, നല്ല മാറ്റം കാണാം. ദിവസം മുഴുവൻ നല്ല ഉഷാറായിരിക്കാനും സ്റ്റാമിന കൂട്ടാനും നടത്തം നിങ്ങളെ സഹായിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ സ്ഥിരമായി നടന്നാൽ നമ്മുടെ ആയുസ്സും കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ തുടങ്ങാതിരിക്കും, അല്ലേ? ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നോ? തുടങ്ങാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഇതാ തുടങ്ങാനുള്ള ഒരു സിമ്പിൾ പ്ലാൻ. ദിവസം 10 മിനിറ്റിൽ തുടങ്ങാം, എന്നിട്ട് പതിയെ കൂട്ടാം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, എല്ലാ ദിവസവും ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ വെച്ചാലോ? എപ്പോഴും ഓർക്കുക, നമ്മൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വലിയ ഫലങ്ങൾ തരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്.